അവയവ കച്ചവടത്തിന്റെ മറവിലെ കള്ളപ്പണ ഇടപാട് കേസിൽ ഡോക്ടർമാരിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും ശേഖരിച്ച മൊഴികൾ പരിശോധിച്ച് ഇഡി സമൻസ് ലഭിച്ച കൊച്ചിയിലെ 3 മുൻനിര ആശുപത്രികളിലെ ഡോക്ടർമാരും ബന്ധപ്പെട്ട അധികൃതരും ഹാജരായതിന് പിന്നാലെയാണ് ഇഡി ഇവരുടെ മൊഴികളുടെ വിശദമായ പരിശോധനകളിലേക്ക് കടന്നത്. അബ്ദുൽ നാസർ വിശദാംശങ്ങൾ നൽകും. നാസർ, സർക്കാർ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വലിയ സജീവമായ പരിഗണനയും താല്പര്യവും ഈ കേസിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലെ 3 മുൻനിര ആശുപത്രികളിലെ ഡോക്ടർമാർ ഇതിനകത്ത് നിരീക്ഷണത്തിലാണുള്ളത്. അവരുടെ മൊഴി ഇഡി എടുത്തിട്ടുണ്ട്. ആ മൊഴി ഈ കേസിൽ എത്ര കണ്ട് നിർണായകമാണ്? എന്തുകൊണ്ടാണ് മൊഴി കൃത്യമായി പരിശോധിച്ചതിനും പഠിച്ചതിനും ശേഷം തുടർ നടപടികൾ എന്നൊരു സ്റ്റാൻഡിലേക്ക് ഇഡി എത്തുന്നത്? അതേ സൈഫു, ഈ അവയവക്കടത്തിന്റെ മറവിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതിലാണ് ഇഡി അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ ഡോക്ടർമാരുടെ കൊച്ചിയിലെ തന്നെ ലേക്ക് ഷോർ ആശുപത്രിയിലെയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെയും രാജഗിരി ആശുപത്രിയിലെല്ലാം സീനിയർ ഡോക്ടർമാരെയും ബന്ധപ്പെട്ട അധികൃതരെയും എല്ലാം ഇഡി വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ശേഖരിച്ച മൊഴികളാണ് ഇപ്പോൾ ഇഡി പരിശോധിക്കുന്നത്. അതായത് ഇവരുടെ വിശദമായ മൊഴി പരിശോധിച്ചതിന് ശേഷം മാത്രം മറ്റൊരു ഘട്ടത്തിലേക്ക്, അന്വേഷണത്തിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് ഇഡി ഇപ്പോൾ കരുതുന്നത്. മാത്രമല്ല, ഈ കേസിൽ അവയവക്കടത്ത് നടത്തി എന്ന കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള നജീബിന്റെ ഭാര്യ റഷീദ എന്നിവരെ ഇഡി ഉദ്യോഗസ്ഥർ പ്രത്യേക അനുമതി നേടിക്കൊണ്ട് ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. അതായത് ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, മാത്രമല്ല ഇവർ പറയുന്ന മറ്റ് ഏജന്റുമാർ എന്ന് പറയുന്നവരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. ഇവരുടെ എല്ലാ മൊഴികളും വെച്ച് ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയതിനു ശേഷം അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഇഡി ഇപ്പോൾ കരുതിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നജീബിന്റെ കല്ലട്ര മെഡിക്കൽ ടൂറിസം എന്നുള്ള ഒരു കമ്പനി ഇവിടെയുള്ള ഒരു മുൻനിര ആശുപത്രിയുമായി നടത്തിയിരുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ടാണ്. അതായത് ലേക്ക് ഷോർ ആശുപത്രിയുമായി ഒരു ഫെസിലിറ്റേറ്റർ എന്നൊരു കരാർ നജീബ് ഉണ്ടാക്കുകയുണ്ടായി എന്ന് ഇഡി കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല, ഇങ്ങനെ ഇവിടെ എത്തുന്ന ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ള എത്തുന്ന രോഗികൾക്ക് അവർക്കൊരു ഇളവ്, അതായത് അവർ ശസ്ത്രക്രിയക്ക് എത്തുമ്പോൾ കരൾ രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായൊക്കെ ബന്ധപ്പെട്ടെത്തുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെയും അല്ലാത്ത മറ്റ് ചികിത്സകൾക്ക് 50,000 രൂപ വരെയും എല്ലാം കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു എന്നൊരു കണ്ടെത്തൽ ഇഡിക്കുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച രേഖകളും ഇഡിയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് വിളിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ 3 ആശുപത്രിയിലെയും ഡോക്ടർമാരെ വിവിധ ദിവസങ്ങളിലായി ഒരു ആശുപത്രി കഴിഞ്ഞു മറ്റൊരു ആശുപത്രി എന്നുള്ള തരത്തെ അതിലെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ വിളിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും അവസാനം വന്നത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ്. കാരണം ഇവർക്ക് ആദ്യം സമൻസ് അയച്ചിരുന്നെങ്കിലും ഇവരൊരു ഇളവ് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ തുടർന്ന് ഇവരുടെ എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇവരുടെ എല്ലാം ഒരു വിശദമായ മൊഴി ഇഡിക്ക് പക്കലുണ്ട്. ഇത് ഒരു വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രം ധൃതിയിൽ, അതായത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ ഇത്തരത്തിൽ ഒരു അവയവ കച്ചവടം നടന്നിട്ടുണ്ട്, അതിന്റെ ബേസിൽ ഒരു കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട്, ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാവരുടെയും മൊഴികൾ തമ്മിൽ പരിശോധിച്ചതിന് ശേഷം ഒരു 2ാം ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ കേസിന്റെ കുറച്ചുകൂടി ഊർജിതമായ ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇഡി കരുതുന്നത്. സൈഫു.